ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം ചേട്ടാ, ഞാൻ വിജീഷിനെ വിളിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങിക്കുന്നത്, ചേട്ടാ നമുക്ക് പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോവുകയും ഞങ്ങളൊരു കഥ പറയുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞ കഥ സുമതിയുള്ളതിൻ്റെ കഥയല്ല, ഞങ്ങൾ പറഞ്ഞത് ജിംഗിൾ ബെൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയാണ്. ഒരു 6 കോടി രൂപയോളം ബഡ്ജറ്റിൽ തീരുന്ന ആ മാളികപ്പുറത്തിലെ 2 കുട്ടികളെയും ദേവനന്ദയെയും ശ്രീപത്തിനെയും പ്ലസ് ഒരു ഹീറോയും കൂടെ വെച്ചിട്ടുള്ള ഒരു കഥയായിരുന്നത്. ആ കഥ കേട്ടു, അദ്ദേഹം ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ഡേ അദ്ദേഹം എനിക്കും വിഷ്ണുവിനും അഡ്വാൻസ് തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 5 ലക്ഷം രൂപ വീതം അഡ്വാൻസ് തന്നു. നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് പറയുന്നു. ബാക്കി എല്ലാ ആളുകളെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു. മൂകാംബികയിൽ പോയി ആ സ്ക്രിപ്റ്റ് പൂജിച്ചതിന്റെ പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും എൻ്റെ ഫേസ്ബുക്കിലും വിഷ്ണുവിന്റെ ഫേസ്ബുക്കിലുണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നു. ആ സമയത്ത് സിനിമയുടെ മൊത്തത്തിലുള്ള സക്സസ് ഫോർമുലാസ് ഒന്ന് മാറി തുടങ്ങിയ സമയമായിരുന്നു. അതൊരു ത്രില്ലർ സിനിമയായിരുന്നു, ഒരു ത്രില്ലർ മോഡലുള്ള സിനിമയായിരുന്നു. അപ്പൊ അതാണോ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ടിന്റെ പുറത്താണ് ഞങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫണ്ടില്ല. ഇദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും അന്ന് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ സഞ്ജയ് പടിയൂരിനെയും കൊണ്ട് ദുബായിൽ പോവുകയും വിഷ്ണുവിന്റെ അമ്മയടക്കമുള്ള ആളുകൾ കണക്ട് ചെയ്ത് കൊടുത്ത കുറെ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ ഒരുമിച്ച് പോയി കാണുകയും ഇദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമ ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അന്നൊക്കെ ഞങ്ങളോട് പറയുന്നത് പുള്ളിയുടെ ഒരു ബിസിനസ് ഒരു പേയ്മെന്റ് വരാനുണ്ട്, അത് ഓസ്ട്രേലിയയിൽ നിന്നും US നിന്നും വരാനുള്ള പേയ്മെന്റ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ആവശ്യമില്ല. വളരെ ജെനുവിനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ ആ പടത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലുള്ള കുറെ ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടിരുത്തി ഇവർ മാളികപ്പുറത്തിന്റെ ക്രിയേറ്റീവ് പീപ്പിൾ ആണെന്ന് പറയുകയും അവരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ആ സിനിമ അല്ല ചെയ്യേണ്ട എന്നൊരു തോന്നലിലേക്കാണ് ഞങ്ങൾ നിന്നത്. ആ സമയത്താണ് ഒരു ദിവസം ഈ മുരളിച്ചേട്ടനോട് ഞാനാണ് പറയുന്നത്, മുരളിച്ചേട്ടാ 2019 ഞങ്ങൾ ചെയ്യാനുള്ള സിനിമയുണ്ട് മാളികപ്പുറത്തിന് മുന്നേ, സുമതി വളവ് എന്നൊരു സിനിമ. അതൊരു യഥാർത്ഥ സ്ഥലത്തെ ബേസ് ചെയ്തിട്ടുള്ള ഹൊറർ സിനിമയാണ്. 2019 ആ സിനിമ അർജുൻ കേട്ടിരുന്നു. പക്ഷെ ആ 2019 അർജുനെ വെച്ചിട്ട് ആ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു. കാരണം വെച്ചാൽ അതൊരു ബിസിനസ് വാല്യൊന്നും അർജുൻ അത്ര ഇല്ല, അതൊരു വലിയ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്ന ഒരു സിനിമയെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ കയ്യിലൊരു 3.5-4 കോടി രൂപയുണ്ട്, ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും ആ സിനിമ അന്ന് സ്ക്രിപ്റ്റ് ഫൈനലല്ല, ചേട്ടാ എന്തായാലും ആ സിനിമ 10 കോടിക്കടുത്തെങ്കിലും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്കത് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ പുള്ളി എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം ഞങ്ങളും തീരുമാനിച്ചു എന്നാൽ സുമതിയോളം ചെയ്യാം എന്ന് പറയുന്നു. ഞങ്ങൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 6-7 മാസം മുന്നേ കൊച്ചിയിൽ ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിരുന്നു, ഒരു ലോഞ്ച്. നിങ്ങളവർക്ക് എല്ലാവരും വന്ന ലോഞ്ച് അത് IMA ഹാളിൽ. ആ ലോഞ്ച് എന്ന് വെച്ചത് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ ലോഞ്ച് വെച്ചത്. ആ ലോഞ്ചിൽ പോലും ഞാനും വിഷ്ണുവും അടക്കമുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, അർജുൻ അശോകന്റെ കരിയറിലാണ് ഏറ്റവും ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, ഒരു നമ്പർ ഓഫ് ഡേയ്സ് പോലും അധികമാവുന്നൊരു സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഈ സിനിമ തീരുമാനിക്കുന്നു, ഇത് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ അദ്ദേഹം പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പൈസ ഉണ്ടെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറയാണ് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപയുള്ളൂ, പക്ഷെ പേടിക്കണ്ട എൻ്റെ പൈസ വരും എന്ന് പറയുമ്പോൾ ഈ സിനിമ നടക്കാതിരുന്നാൽ മാളികപ്പുറം ടീമിന്റെ ഒരു സിനിമ ഡ്രോപ്പ് ആവുന്ന അല്ലെങ്കിൽ ഡിലേ ആവുന്ന ഒരു അവസ്ഥ വരല്ലേ എന്ന് ഉറപ്പിച്ചിട്ട് അതിനു മുന്നേ വേറെ കാര്യം പറയാണ്ട് ഇദ്ദേഹമായിട്ട് പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് ബാധിച്ച ഒരുപാട് പേര് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പടം ചെയ്യില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പോലും കുഴപ്പമില്ല, മുരളിച്ചേട്ടനോട് പടം ചെയ്യാം, കാരണം അദ്ദേഹം അത്ര ഡീസൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫാമിലിയായിട്ടും നല്ല ബന്ധമാണ്, ഞങ്ങളുടെ ഫാമിലിയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ഇതിന് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചെന്നൈയിലുണ്ട്, മനോജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം അത്യാവശ്യം സിനിമയായിട്ടും ഒക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ മനോജ് ചേട്ടനോട് സംസാരിച്ചു. മനോജ് ചേട്ടനാണ് ചെന്നൈയിലെ ഒരു വലിയ പ്രൊഡക്ഷനിൽ ഈ പ്രോജക്റ്റ് നമുക്ക് സംസാരിക്കാം, അവരെ കൂടെ കോർപ്പറേഷനിൽ കൊണ്ടുവന്നാൽ ഈ സിനിമ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കും എന്ന് പറയുമ്പോൾ മുരളിച്ചേട്ടൻ അതിന് ഓക്കെ പറയുകയും ഞാനും വിഷ്ണുവും മുരളിച്ചേട്ടനും ചെന്നൈയിൽ പോവുകയും ആ ടീമിനെ കാണുകയും അവര് ഈ സിനിമ ഞങ്ങൾ കോർപ്പറേഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും അന്ന് പറഞ്ഞ ബഡ്ജറ്റിന്റെ പകുതി പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. 6 കോടി രൂപയാണെന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പം അവരോട് ആ സമയത്തും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് 6 കോടി രൂപയും വേണ്ടി വരില്ല, എന്റെ പൈസ വരും എന്ന് പറയുമ്പോൾ അവർ അത്രയും ഓക്കെയാണ്. അവർ മാളികപ്പുറം ടീമിനോട് ഇതിന്റെ കച്ചവടം ഇത്രയാവും എന്ന് പറഞ്ഞ് അവർ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിൽ എത്തുമ്പോൾ ഇദ്ദേഹം വിളിച്ച് പറയുകയാണ്,
പെട്ടെന്ന് വിളിച്ചിട്ട് അവരോട് 2 കോടി രൂപ ആദ്യം ഇടാൻ പറയുമെന്ന് വെച്ചു. ഈ നിങ്ങൾ എത്ര പേർക്ക് ഈ കോർപ്പറേഷൻ്റെ ഡീലർ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പടത്തിന് കോ പ്രൊഡ്യൂസർ ആവണം എന്ന് പറയുമ്പോൾ ആ കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് മിനിമം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പൈസ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ വിളിച്ചിട്ട് 2 കോടി ആദ്യം ഇടാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ ആദ്യം നോ പറഞ്ഞു. പിന്നീട് ഇതേ മനോജ് ചേട്ടനും ഇവരെ സംസാരിച്ചിട്ട് അവരിതിന് വില്ലിങ് ആവുകയും 2 കോടി അവർ തരികയും ദുബായിലുള്ള പ്ലോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓവർസീസ് കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് വിഷ്ണുവിന്റെ സുഹൃത്തുക്കളാണ് സംസാരിക്കുന്നത്. 2 കോടി ആദ്യം അവർ ഞങ്ങളോട് 2 കോടിക്ക് ഞങ്ങൾ ഈ പടം എടുക്കാം എന്ന് പറയുകയും 1 കോടി രൂപ ഷൂട്ടിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഈ പറഞ്ഞ തിങ് സ്റ്റുഡിയോസിന്റെ 2 കോടി വന്നേക്കുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ പറഞ്ഞ പ്ലോട്ട് പിക്ചേഴ്സിന്റെ 1 കോടി രൂപ വന്നതും ആ അക്കൗണ്ടിലേക്കാണ്. മലയാളത്തിലെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക് കമ്പനിയോട് സംസാരിച്ച്, പാട്ടുകളൊന്നും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ ആ മ്യൂസിക് കമ്പനിയോട് സംസാരിച്ച് 60 ലക്ഷം രൂപയോളം ഈ പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഈ പടത്തിന് ഞങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ മ്യൂസിക് റൈറ്റ്സിൽ നിന്ന് ഷൂട്ടിന് മുന്നേ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയുണ്ടായി. ആ സിനിമയുടെ പൂജ പാലക്കാട് നടന്നപ്പോൾ നിങ്ങൾ പല മീഡിയാസും വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ആ വീഡിയോയിലും അതിൽ അന്ന് വിട്ട പോസ്റ്ററിലും നോക്കിയാൽ അറിയാം, ഞാൻ ഈ പറയുന്ന തമിഴ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഇൻ അസോസിയേഷനിലാണ് ആ പോസ്റ്റേഴ്സ്. അവിടെ 2 പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. മുരളിച്ചേട്ടൻ മാത്രമല്ല, രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അന്ന് ആ വേദിയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ പറഞ്ഞ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊരു വലിയ സിനിമയാണ്, പറഞ്ഞ ബഡ്ജറ്റിൽ തീരുമെന്ന് പോലും അറിയില്ല, 90 ദിവസത്തിനടുത്ത് ഷൂട്ട് വരുന്നൊരു സിനിമ, ഏകദേശം 15 കോടിക്ക് 20 കോടിക്ക് അകത്താവാം എന്ന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ. ഈ സിനിമയുടെ ഈ പറയുന്ന ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്, മുരളിച്ചേട്ടൻ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന കോപ്പിയിൽ ഈ സിനിമയുടെ ബഡ്ജറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. 85 ദിവസം ഷൂട്ട്, 27 ലൊക്കേഷൻ, 5 പാട്ട്, 3 ആക്ഷൻ ബ്ലോക്ക്, 14 കോടി ബഡ്ജറ്റ്. ഇത് അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ വേറെ കാര്യം അറിഞ്ഞു, അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കണക്കിൽ ഇത് 7 കോടിയുടെ ബഡ്ജറ്റാണെന്ന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു. അങ്ങനെയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനി ഇദ്ദേഹത്തിനെതിരെ ഫോർജറിക്ക് കേസ് കൊടുക്കുകയും ബഡ്ജറ്റ് കൂട്ടിക്കാണിച്ച് പൈസ വാങ്ങിച്ച് ഇദ്ദേഹത്തിന് കേസ് എടുക്കണം. കാരണം ഈ ബഡ്ജറ്റ് അല്ല ഈ പടത്തിനെങ്കിൽ അദ്ദേഹം എന്തിനാണ് 14 കോടി രൂപ ബഡ്ജറ്റിലുള്ള സിനിമ എന്ന് പറഞ്ഞ് മറ്റൊരു കമ്പനിയെ ചീറ്റ് ചെയ്ത് ഈ പടത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി അടുത്തത് സിനിമ തുടങ്ങി, സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ബാറ്റ കഴിയുന്നു. ഈ 2 കോടി പ്ലസ് 1 50, 3,000 രൂപയിലാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ബാറ്റ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പൈസ തീർന്നു, എനിക്ക് നമുക്ക് അടുത്ത പൈസ റെഡിയാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അപ്പോഴും ചോദിക്കും, ചേട്ടന്റെ ഒരു ബിസിനസ് ഡീൽ വരാനില്ലേ, അതായത് ലേറ്റ് ആവും, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചെന്നൈയിലുള്ള പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് 2 കോടിയും കൂടെ വേണമെന്ന് പറയുന്നു. അവർ ഓഫർ ചെയ്ത 6 കോടിയിൽ വീണ്ടും 2 കോടി ചോദിക്കുന്നു, 4 കോടി തരുന്നു. 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവരോട് നിന്ന് 2 കോടി വാങ്ങിച്ചിട്ട് 6 കോടി രൂപ GST കട്ടിയുള്ള 6 കോടി രൂപ അവർ കൊടുക്കുകയാണ്. അന്നേരം അവർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദെൻ വൈ ദർ ഈസ് അനദർ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു. ഇത് ഞങ്ങൾ പൈസ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാണ് വേറൊരു പ്രൊഡ്യൂസർ, ബാക്കിയായിട്ട് ഞങ്ങൾ ചെയ്താൽ പോരെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇനിയും ഈ പടത്തിൽ കോ പ്രൊഡക്ഷനായിട്ട് ഞങ്ങളില്ല, ഞങ്ങളിത് ഫിനാൻസ് ചെയ്യാം, ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു തന്നാൽ മതി എന്ന് പറയുകയും മുരളിച്ചേട്ടൻ ഓക്കെ പറയുകയും ചെയ്തു. കുഴപ്പമില്ല, ഞാൻ മാത്രം മതി പ്രൊഡ്യൂസർ, ബാക്കി പൈസ ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനീനെ ഫിനാൻസ് ആക്കി മാറ്റുകയും പിന്നീട് വന്ന പോസ്റ്റേഴ്സിൽ അവരുടെ പേരുമില്ല, സൈഡിൽ എംബ്ലം മാത്രം വെക്കുകയുണ്ടായത്. പിന്നീട് അദ്ദേഹം ഈ പടം തീരുന്ന സമയമായപ്പോഴത്തേക്ക് കുറച്ച് പൈസ കൊണ്ടുവന്നത്, ഏകദേശം എൻ്റെ ഒരു കണക്ക് കറക്റ്റാണെങ്കിൽ 3.5-4 കോടിയോളം അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പല സമയത്താണ് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ശേഷം പടം തീർന്നു. ഈ പടം തീർന്നു കഴിയുമ്പോൾ സിനിമ അറിയുന്നവർക്കും സിനിമ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യണമെങ്കിൽ അവരുടെ സാലറി സെറ്റിൽ ചെയ്യണം. ഈ സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന് പോലും അദ്ദേഹം സാലറി സെറ്റിൽ ചെയ്തിട്ടില്ല. ഇന്നലെ അദ്ദേഹം മീഡിയയോട് പറഞ്ഞു, ഇതിൽ അഭിനയിച്ച പല നടന്മാരും വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട ചേട്ടാ, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞെന്ന്. ഞാൻ എഴുതി വെച്ച് തരാം, ഇതിൽ അഭിനയിച്ച നടന്മാരുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ അവരെയൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കുക, ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. ഈ സിനിമയ്ക്ക് ഡബിങ് നടക്കാൻ വേണ്ടി ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ച് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്ത ഈ സിനിമ തീർത്ത് കൊടുത്താൽ മാത്രമേ കച്ചവടമാകത്തുള്ളൂ, ഒന്ന് സഹായിക്കുക, ബഡ്ജറ്റ് നമുക്ക് വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടെ മാറിയിട്ടുണ്ടല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളെയും പേഴ്സണലി വിളിച്ച് ഞാനും വിഷ്ണു സംസാരിച്ചാണ് ഡബ് ചെയ്യുന്നത്.
അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ കേസ് കൊടുത്തിട്ടുണ്ട്, അവന് കാശ് കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. ഇതിന്റെ ക്യാമറാമാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെയൊക്കെ കോപ്പി ഇതിലുണ്ട്, ഞങ്ങളിത് കാണിക്കാം. ഇതിൽ വർക്ക് ചെയ്ത പല ആളുകളും കേസ് കൊടുക്കുമ്പോഴും വിളിച്ച് സംസാരിച്ച് എടാ അങ്ങനെയല്ല, പുള്ളി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ഈ സിനിമ തീർത്തു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റിലും ഇതിന്റെ മേക്കിങ്ങിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. അന്ന് പടം കണ്ട എല്ലാവരും, ഞങ്ങളുടെ ടീമായാലും പുറത്തുള്ളവരായാലും എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഈ റിലീസ് അടുപ്പിക്കുമ്പോൾ ഈ ചെന്നൈയിലുള്ള ടീമിനെ, അത് ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിനെ സെറ്റിൽ ചെയ്യാതെ ഈ പടം ഇറക്കാൻ പറ്റില്ല. ഏകദേശം 6 കോടി പലിശ അടക്കം 6,85,00,000 രൂപ സെറ്റിൽ ചെയ്താൽ മാത്രമേ ഈ സിനിമ ഇറങ്ങൂ എന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായൊരു മൊമെന്റിലാണ് ഞാൻ ആ സമയം അടുത്ത സിനിമ ഗോകുലമായിട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഗോകുലമായിട്ട് ചെയ്യാൻ റെഡിയായിരുന്നു. ഗോകുലമായിട്ട് ഞാൻ സംസാരിക്കുകയും ഗോപാലൻ സാറിനെയും മൂർത്തി ചേട്ടനെയും മീറ്റ് ചെയ്ത് സംസാരിക്കുകയും ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മളിത് സഹായിക്കണം, ഈ സിനിമ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഗോപാലൻ സാറും മൂർത്തി സാറും ഈ സിനിമ വന്ന് കാണുകയും അവർ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഈ ചെന്നൈ കമ്പനിക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് ഗോകുലം സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സിനിമ ഇറക്കണമെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട്, ഫൈനൽ ഔട്ട് അടിക്കണം, ബാക്കിയുള്ള സെറ്റിൽമെന്റ് ചെയ്യണം, സ്റ്റുഡിയോ റെന്റ് കൊടുക്കണം. ഇതെല്ലാം ഗോകുലത്തിന്റെ സൈഡിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ പൈസ എല്ലാം പോയിരിക്കുന്നത് അക്കൗണ്ട് ത്രൂ മുള്ളിച്ചേട്ട വഴിയാണ്. അതായത് ഗോകുലം കൊടുത്ത പൈസയും ഡ്രീം പിക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കൊടുത്ത പൈസയും തിങ് സ്റ്റുഡിയോസിന്റെ പൈസ ഒക്കെ പോയത് മുള്ളിച്ചേട്ട അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എല്ലാ പൈസയും പോയത്. അദ്ദേഹം മീഡിയയോട് പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ കാശല്ല, അദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യിച്ചവർ കൊടുത്ത പൈസ പുള്ളി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അത് എല്ലാം അദ്ദേഹം ഇന്നലെ ഒരു പേപ്പർ അദ്ദേഹം മീഡിയയുടെ മുന്നിൽ കാണിച്ചിരുന്നു. ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തുന്ന സാധനം. അതിൽ തന്നെ ഈ സിനിമയുടെ ടോട്ടൽ ഇൻകം, അതായത് ബിസിനസ്, കളക്ഷൻ അല്ല പറയുന്നത്, പ്രൊഡ്യൂസർ ഷെയറും ബാക്കി ബിസിനസ് എല്ലാം കഴിഞ്ഞ് ഇൻകം 15 കോടിയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. 15 കോടി കളക്ഷൻ എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പ്ലസ് അദ്ദേഹം അതിനോട് ആഡ് ചെയ്തത് കുറച്ച് പോയിട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ ഇൻട്രസ്റ്റ് കണക്കുകൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചെലവുകൾ, അദ്ദേഹം ആരുടെയൊക്കെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചതിന്റെ എക്സ്പെൻസുകളൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി 22 കോടി എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഓപ്പണായിട്ട് നമ്മൾ ഇതൊരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഈ സിനിമയ്ക്ക് ചെലവായ പൈസ ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഞങ്ങൾ റെഡിയാണ്. ഇവിടെ അസോസിയേഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾ മീഡിയ ഉണ്ട്, ജനങ്ങളുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ എന്റെ അക്കൗണ്ട് ബാലൻസും വിഷ്ണുവിന്റെ അക്കൗണ്ട് ബാലൻസും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാലൻസും വേണം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് തരാം. ഇപ്പോഴും എനിക്ക് 6 പടം ചെയ്തിട്ടും എങ്ങനെ ജീവിക്കുന്നുള്ളത് എനിക്കറിയാം. അതിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഈ സിനിമയ്ക്ക് ഇന്നലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് 25 കോടി രൂപ 25 ലക്ഷം രൂപ ഇനി അതിന് അടുത്ത് പറയുന്നുണ്ട് 25 ലക്ഷം രൂപ എനിക്ക് തന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഇന്നുമായിട്ട് മൊത്തം എടുപ്പിച്ചപ്പോൾ അത് എനിക്ക് പല സമയത്തായിട്ട് അയച്ചിരിക്കുന്ന പൈസ ഒരു 17-18 ലക്ഷം രൂപയാണ് പല സമയത്തായിട്ട്. ഇതിൽ ഏറ്റവും വലിയ ഫൺ ഫാക്ടർ എന്താ വെച്ചാൽ സിനിമ റിലീസിന് മുന്നേയുള്ള പ്രൊമോഷൻ സമയത്ത് ഞാൻ ഇതിലെ ഓൺലൈൻ മീഡിയാസിന് അറിയാം, ഞാൻ അന്ന് പ്രൊമോഷൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് വെൽകെയർ ഹോസ്പിറ്റലിൽ കിടക്കുകയും ഞാൻ അവിടെ നിന്നാണ് ഇരുന്നത്. ഈ അച്ഛൻ്റെ സർജറിക്ക് 3 ദിവസം മുന്നേ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഞാൻ ദുബായിലാണ്, നമ്മൾ പടം ഇറങ്ങാൻ പോകാം, നമ്മൾ രക്ഷപ്പെടുന്നു, നമ്മൾ അടിപൊളിയാവും, ധൈര്യമായിട്ടിരിക്കുന്ന പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ദുബായിൽ പെട്ടിരിക്കുക, എനിക്ക് നാളെ നാട്ടിലുണ്ട്, നാളെ ഒരു സെറ്റിൽമെന്റ് കിട്ടും, എനിക്ക് ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഒരു 3 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. ഈ 3 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം, ഞാൻ അച്ഛൻ്റെ സർജറിക്ക് പൈസ എനിക്ക് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, കാരണം മറ്റന്നാൾ സർജറിയാണ്, അല്ല നാളെ ഞാൻ എത്തും, ഒരു ടെൻഷനും വേണ്ട, അച്ഛൻ്റെ സർജറിക്കുള്ള പൈസ ബാക്കി ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ടിൽ ഈ ഡേറ്റ് വരെ എനിക്ക് ആ പൈസ തിരിച്ചിട്ടിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. പക്ഷെ ഞാനത് ഓക്കെ, അദ്ദേഹത്തിന് നഷ്ടം വന്ന് പറഞ്ഞപ്പോഴും ഓക്കെ, ഞാനത് ലാസ്റ്റ് മീറ്റ് ചെയ്തുകൊണ്ട് ചേട്ടാ കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം എൻ്റെ അച്ഛൻ്റെ സർജറി സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഗോകുലത്തിൽ നിന്നും ബാക്കി എൻ്റെ സുഹൃത്തുക്കളുമാണ്. ഇന്ന് അദ്ദേഹം ഒരു അലിഗേഷൻ പറയുകയാണ്, ഞാനും വിഷ്ണുവും 7 കോടി രൂപയോളം അദ്ദേഹത്തെ പറ്റിച്ചു, ഞങ്ങൾ കള്ളനാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പിൻവലിക്കേണ്ടത്. എന്താണ് പറ്റിച്ചതെന്ന് ഇന്നലെ എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണാന്ന് തോന്നുന്നു, മീഡിയ വണ്ണോ അത് ബിഗ് ടി വി ആണോ ആരെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എടുത്തു ചോദിച്ചു അഭിലാഷ് പിള്ള എന്താണ് പറ്റിച്ചത്. അദ്ദേഹം പറഞ്ഞു പറ്റിച്ചതെന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു, കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വേറെ പടത്തിന് പോയെന്ന്. ഞാൻ പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോയിരിക്കണോ, എനിക്ക് അടുത്ത പടം ചെയ്യണ്ടേ, എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ. ഇനിയും അടുത്ത കാര്യം, സുമതി പടം എന്നൊരു സിനിമ ഒക്കെ ലാഭവും നഷ്ടമാണ് നിൽക്കട്ടെ, നഷ്ടമാണെന്ന് വെച്ചു. നഷ്ടമാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ നഷ്ടം വന്ന സിനിമയാണോ സുമതി പടം. ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ കണ്ടു, ഓക്കെ, അതിൽ എനിക്കും വിഷമമുണ്ട്, ഞാൻ അദ്ദേഹത്തിന് വിളിച്ച ആളുമാണ്.
ഇത് ആദ്യത്തെ വീഡിയോ ആണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇതുപോലത്തെ വീഡിയോസ് വേറെ ഉണ്ട്. ഒരു വീഡിയോ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. വീഡിയോ മാത്രമല്ല, ലൈവായിട്ട് അത് കണ്ട ആളുണ്ട് ഇവിടെ. അദ്ദേഹം പറയും, സംസാരിക്കും. ഇത് മുരളിച്ചേട്ടന്റെ വ്യക്തിഗത ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മുരളിച്ചേട്ടനെ മോശമാക്കാനോ വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാവാം, എനിക്കറിയില്ല. അദ്ദേഹം തന്നെ പറയുന്നത് മോശമാണ്. പക്ഷെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത ഒരു പ്രൊഡ്യൂസർ 2 ആഴ്ച മുന്നേ ചെന്നൈയിൽ പോയി അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ റീമേക്ക് ചെയ്യാൻ നായകൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വെള്ളം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ അദ്ദേഹം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആത്മഹത്യ നിൽക്കുന്ന പുള്ളിക്ക് ആ പൈസ എടുത്ത് വെച്ച് ജീവിച്ചൂടെ കുറച്ചു കാലത്തേക്ക്? എന്തിനാണ് അത് ചെയ്തത്? ആ അഡ്വാൻസ് വാങ്ങിച്ച നായകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടെയാണ്. അദ്ദേഹം എന്നെ ഒന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു. എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ പടം ചെയ്യും, കാരണം സുമതിയോട് അദ്ദേഹത്തിന് നഷ്ടമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തെങ്കിലും ഇത് ആ പടം തമിഴിൽ വർക്കാവും, ഉറപ്പായിട്ടും ആ സിനിമ തമിഴിൽ വർക്കാവുന്ന സിനിമയാണ്. ആ സിനിമ ചെയ്ത് ഒന്ന് സെറ്റ് ആവുമ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു ബാക്കി പൈസ ആയിട്ടില്ലെന്ന് തോന്നുന്നത്. ഞാൻ മുരളിച്ചേട്ടനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, മുരളിച്ചേട്ടാ നിങ്ങൾ ധൈര്യമായിട്ട് ചെന്നൈക്ക് വന്നു, ഈ പടത്തിന് എത്ര രൂപ ചിലവെന്ന് വെച്ചാൽ അത് നമുക്ക് റെഡിയാക്കാം, ഈ പടം നിങ്ങൾ ചെയ്യും, ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വീഡിയോ വരുന്നതിന്റെ ഒരു 3 ദിവസം മുന്നേ ഇദ്ദേഹത്തിന് ഞാൻ വിളിക്കുകയും ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അവരാണ്. സുമതി വളവ് 2 ചെയ്യാൻ വേണ്ടി അന്ന് തൊട്ട് ചോദിക്കുകയാണ്. ഓക്കെ, സുമതി വളവ് 2 ഞാൻ പറഞ്ഞു, ചേട്ടാ അതിന് നമുക്ക് ചെയ്യാം, ചേട്ടാ ധൈര്യമായിട്ട് നമുക്ക് ഫണ്ടിൽ ചെയ്യാം. സുമതി വളവ് 2 ഒരു കച്ചവട വാല്യൂ ഉണ്ട്. അത് ചെന്നൈയിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി എൻ്റെ അടുത്ത് ചോദിക്കുകയും അതിന്റെ IP അടക്കം വാങ്ങിക്കാൻ തയ്യാറാവുന്നതാണ്. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക, ചേട്ടനെ കൂടി ഇന്നായിക്കൊണ്ട് ഈ പടം ചെയ്യാം, ചേട്ടനൊരു പ്രൊഫഷണൽ കിട്ടും എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഒറ്റ രാത്രിയോട് ഇത് മാറി മാറി എന്ത് അത്ഭുതത്തിന് വർത്താന്നുള്ള കാര്യം ഇതിന് പിന്നീട് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഞാൻ സംസാരിക്കാം. അത് എവിടെ നിന്ന് വന്നുള്ള ഇതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞ വിഷ്ണുവിന് സംവിധാനം അലിഗേഷൻസ് ആണ്. വിഷ്ണുവിന് സംവിധാനം അറിയില്ല, അത് പുള്ളി പിന്നീട് അറിയുന്നു. വിഷ്ണുവിന്റെ മാളികപ്പുറം സംവിധാനം ചെയ്ത ഉണ്ണി എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സംവിധാനം അറിയാത്തൊരു സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണ് സുമതി വളവ് 2 ചെയ്യാൻ തയ്യാറായത്? അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം വിഷ്ണുവിനെ കണ്ടിട്ടില്ല, വിഷ്ണു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം എത്രയോ തവണ ഹയാത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും പൈസ ഇല്ലാത്ത ഒരാള് ഹയാത്തിനെ താമസിക്കും. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ എത്ര ഇപ്പൊ എനിക്കറിയാം. വെള്ളം സിനിമ നഷ്ടം വന്ന സിനിമയാണ്. അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. അവർ വേണമെങ്കിൽ പ്രസ് മീറ്റിന് ഇനി അടുത്ത പ്രസ് മീറ്റിന് വേണമെങ്കിൽ അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നദികളിൽ സുന്ദരി യമുന ആരാണ് പ്രൊഡ്യൂസർ? അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ സുമതി വളവിന്റെ പ്രൊഡ്യൂസർ പുള്ളി മാത്രമാണ്. ഒരിക്കലും ഞാൻ പറയും പുള്ളി മാത്രമല്ല. നദികളിൽ സുമതി വളവിന്റെ പ്രൊഡക്ഷൻ പേര് നോക്കിയാൽ മതി. പ്രൊഡക്ഷൻ പേരിൽ വേറെ പേരുണ്ട്. അദ്ദേഹത്തിന് 7 കോടി നഷ്ടം വന്ന് പറയുന്നു. 7 കോടി നഷ്ടം വന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. ഇത് വായിക്കൊണ്ട് പറയലല്ല. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ ആളുകളുണ്ട്. ആ സിനിമയുടെ ചെലവുകൾ ചെയ്യട്ടെ, പറയട്ടെ. പിന്നെ ഒരു സിനിമയുടെ കണക്ക് പറയേണ്ട മറ്റൊരാൾ പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഇനി പ്രസിഡന്റ് അദ്ദേഹം ഇല്ല, അദ്ദേഹം വരുമെന്ന് പറയുന്നത് ലാസ്റ്റ് കൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല. ഇനി ഈ സിനിമ സംഭവിച്ചതിന്റെ മറ്റൊരു കാര്യം, ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ തന്നെ സുഹൃത്തായ മറ്റൊരു കൺട്രോളറുണ്ട്, നിങ്ങൾക്കറിയാം, സുനിൽ സിംഗ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ. അദ്ദേഹത്തെ വെച്ച് ഞങ്ങൾ ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഇടിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹം അയച്ച ബഡ്ജറ്റ് ഞങ്ങളിലുണ്ട്. അന്ന് അദ്ദേഹം അയച്ച ബഡ്ജറ്റ് 13 കോടി രൂപയായിരുന്നു ഈ പടത്തിന്റെ ബഡ്ജറ്റ്. ആ 13 കോടി കണ്ടിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇല്ല പുള്ളി ശരിയല്ല, അതായത് പുള്ളിയെ മാറ്റുന്നുണ്ട്. ഞങ്ങൾ അറിയാതെ പുള്ളി മറ്റൊരു കൺട്രോളറെ കൊണ്ടുവന്ന് ബഡ്ജറ്റ് ഇട്ടു. അപ്പോൾ അവർ 11 കോടിക്ക് തീർത്തരാൻ പറ്റുന്നു. അന്നും ഞാൻ ആ കൺട്രോളർ പറഞ്ഞു, നിങ്ങൾ വർക്ക് കിട്ടാൻ വേണ്ടി വെറുതെ പറയരുത്, നാളെ ഈ സിനിമ എങ്ങാണ്ട് ബഡ്ജറ്റ് കയറിയാൽ ഇത് പ്രശ്നമാവും. എന്താ വലിയ ഉറപ്പായിട്ട് നമ്മൾ തീർക്കാൻ തുടങ്ങും. അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളിൽ നിന്നും പിന്നീട് ആർട്ടിസ്റ്റുകളെ മാറുന്നു. ഇദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം മറ്റ് 1-2 ആർട്ടിസ്റ്റുകളെ മാറ്റിയപ്പോൾ പോലും ബഡ്ജറ്റ് മാറ്റം വന്നു. കുറച്ചും കൂടെ വലിയ ആർട്ടിസ്റ്റ് വേണം ആ കഥാപാത്രത്തിൽ എന്ന് പറയുകയും അങ്ങനെ ആർട്ടിസ്റ്റ് വരുമ്പോൾ അതും ബഡ്ജറ്റ് മാറി. ഇങ്ങനൊരു കൂട്ടായ്മ ചെയ്തൊരു സിനിമ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നഷ്ടം വന്നാൽ അത് നികത്താൻ വേറെ എന്താ അടുത്ത വഴി എന്നുള്ളത് പുള്ളി സംസാരിക്കുക വേണ്ടത്. അല്ലാതെ ഒരു ആത്മഹത്യ വീഡിയോ ഇടുന്നു. ആ ആത്മഹത്യ വീഡിയോ വന്ന രാത്രിയിൽ ആ വീഡിയോ പുള്ളിക്ക് പരിചയമുള്ള ആരോ കാണുകയും അത് പുള്ളി ഇൻസ്റ്റയിൽ 5 മിനിറ്റ് ഡിലീറ്റ് ചെയ്തു. ത്രെഡിലാണ് കിടന്നതെന്ന് പറയുന്നു. ത്രെഡിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ആർക്കോ അയച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി നോക്കാൻ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ പറയുന്നു. രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളി സുഖമായി കിടന്ന് ഉറങ്ങുമായിരുന്നു. പുള്ളി ഒരിക്കലും ആത്മഹത്യ നിൽക്കല്ല എന്നു. പുള്ളിക്കൊരു സ്ഥിരം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുള്ളി ഒരുപക്ഷെ പുള്ളിയുടെ വിഡ്രോവൽ സിൻഡത്തിന്റെ ആവാം, ലൈഫിന്റെ പ്രശ്നത്തിന്റെ ആവാം, അതൊക്കെ അത് വാട്ടർ പറ്റീസ്, അത് അദ്ദേഹത്തിന്റെ പ്രശ്ന കാര്യം. പക്ഷെ ആ ഒരു ഒറ്റ ഇഷ്യൂവിന്റെ പുറത്ത് 2 ദിവസം മുന്നേ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചിരുന്ന ആര് ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാതെ ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ പൈസ പറ്റിച്ചു എന്നൊക്കെ പറയുന്നു. ഇതിൽ എവിടെയാണ് പൈസ പറ്റിച്ചതെന്ന് മനസ്സിലാവുന്നില്ല.
ഓക്കെ, ഇദ്ദേഹത്തിന് 7 കോടി രൂപ പോയി, 7 കോടി രൂപ 3.5 എനിക്ക് 3.5 വിഷ്ണുവിന് എടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ സമ്മതിക്കാം. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് തന്നതല്ല. പുള്ളി ഇന്നലെ പറയും എനിക്ക് 25 ലക്ഷം തന്നെ. വിഷ്ണു എത്ര കൊടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല, എത്ര കിട്ടിയത് വിഷ്ണുവിന് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മാളികപ്പുറം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെച്ചൊരു പടം ചെയ്യുമ്പോൾ അത് റിസ്ക് എടുക്കാനല്ലേ ഒരു പ്രൊഡ്യൂസർ വരുന്നത്. ഇത് ഇന്ന് ഞാൻ പറയും, ഇത് ഞാനോ വിഷ്ണു മാത്രമല്ല, ഇവിടുത്തെ എത്രയോ റൈറ്റേഴ്സിന്, എത്രയോ ഡയറക്ടേഴ്സിന് അവർക്ക് സിനിമയുടെ പ്രതിഫലം ഇപ്പോഴും കിട്ടാറുണ്ട്. ഈ സിനിമ ലാഭമായാൽ ഇതൊന്നും ഞങ്ങൾക്കല്ലല്ലോ. ഈ സിനിമ പുള്ളി ആദ്യം തൊട്ടേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതായത് മാളികപ്പുറം 100 കോടിയല്ലേ, അപ്പം ഈ പടം 100 കോടി കിട്ടില്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്താ പറയുന്നത്, ചില പടമോട് വിജയിക്കും, നമ്മുടെ കോൺഫിഡൻസാണ് പറയുന്നത്. പുള്ളി അതാണ് ഹൈലൈറ്റ് ചെയ്തത്. പുള്ളിയുടെ വിഷമം പുള്ളിക്ക് ഈ പടത്തിന് 100 കോടി വന്നില്ല എന്നുള്ളതാണ്. 100 കോടി എല്ലാ പടവും 100 കോടി അടിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാ സിനിമ അടിക്കില്ലേ. 3-ാം ദിവസം ഞങ്ങളും പെടത്തില്ലേ 100 കോടി കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും പെടത്തില്ല എല്ലാ പടത്തിലും. അങ്ങനെ എല്ലാ സിനിമയ്ക്കും സംഭവിക്കില്ല. ഒരു വർഷം മലയാളത്തിൽ തന്നെ എത്ര സിനിമകൾ വിജയിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഈ കണക്കുകൾ കൃത്യമായി പുറത്തു വിട്ടപ്പോൾ അതിനെ പേടിച്ച് കുറെ പേര് എതിർത്തു. ഞാൻ പറയുന്നത് അത് കറക്റ്റ് കാര്യമായിരുന്നു. പടത്തിന്റെ കണക്ക് പുറത്തു വിടേണ്ടതാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.